അസൂയയുള്ള ആളുകളെ വെറുക്കരുത്. കാരണം അവർ ചിന്തിക്കുന്നത് നിങ്ങളാണ് അവരെക്കാൾ ഒരു പടി മുന്നിലെന്നാണ്. പ്രതികാരത്തിനായി സമയം ചെലവഴിക്കരുത്. കാരണം അവർ ചെയ്യുന്നതിൻ്റെ കർമ്മഫലം ഒരു നാൾ അവർ തന്നെ അനുഭവിക്കും. നിങ്ങളുടെ ഭാവി ആസൂത്രണം ആരോടും പറയരുത്. അത് ഫലവത്തായതിനു ശേഷം മാത്രമേ എല്ലാവരോടും പറയാവൂ. എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം നിലവിലുള്ള അവസ്ഥയല്ല നിങ്ങളുടെ അവസാനമെന്നത്. ഏറ്റവും നല്ലത് വരാനിരിക്കുന്നതേയുള്ളൂ. ചെറിയ കുറ്റങ്ങൾ കൊണ്ട് നല്ല ബന്ധങ്ങൾ മുറിക്കരുത്. എല്ലാം തികഞ്ഞവരായി ആരും തന്നെ ഈ ലോകത്തില്ല. മറ്റുള്ളവർ എങ്ങനെയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾക്കും തിരിച്ചു ലഭിക്കും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നിങ്ങളെ നശിപ്പിക്കാനുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ മറഞ്ഞിരിക്കുന്ന ശക്തികളെ തിരിച്ചറിയാനുള്ളതാണ്. സ്ത്രീകൾ അവർക്ക് ആകർഷണം തോന്നുന്ന പുരുഷന്മാരെ നോക്കി ചിരിക്കുന്നു. എന്നാൽ പുരുഷന്മാർ തങ്ങളെ നോക്കി ചിരിക്കുന്ന സ്ത്രീകളിൽ ആകൃഷ്ടരാകുന്നു. മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നാണ് പഠിക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അതെല്ലാം സ്വയം ചെയ്യാൻ കഴിയുകയില്ലല്ലോ. എല്ലാ സൗഹൃദത്തിനും പിന്നിലും ഒരു ചെറിയ സ്വാർത്ഥത താല്പര്യമുണ്ടാകും. അത് കയ്പുള്ള ഒരു സത്യമാണ് താനും. സ്വർണത്തിന് സുഗന്ധവും കരിമ്പിൽ പൂവും ചന്ദനത്തിൽ പുഷ്പവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ദേഷ്യം വരുമ്പോൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ ശക്തിയുടെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കാൻ നല്ല ശക്തി വേണം. സത്യമറിയാതെ ഊഹിക്കരുത്, മനസ്സിലാക്കാതെ വിധിക്കരുത്, ചിന്തിക്കാതെ സംസാരിക്കരുത്. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടരുത്. ഭാവിയെക്കുറിച്ച് ചിന്തിക്കരുത്. ബുദ്ധിമാന്മാർ വർത്തമാന സമയത്ത് മാത്രം ജീവിക്കുന്നു. നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരാളിൽ നിന്ന് പോലും നമുക്ക് ഒട്ടും അറിയാത്ത മറ്റൊരു മുഖം എപ്പോഴും ഒഴിഞ്ഞിരിപ്പുണ്ടാകും. കാറ്റിൽ വളയുന്ന മുള കാറ്റിനെ ചെറുക്കുന്ന വടവൃക്ഷത്തേക്കാൾ ശക്തമാണ്. ആരെങ്കിലും നിങ്ങൾ പോകുന്ന വഴിയിൽ ഒരു കുഴി കുഴിച്ചാൽ അസ്വസ്ഥമാകരുത്. കാരണം അവരാണ് നിങ്ങൾ എങ്ങനെ കുഴിയിൽ കൂടി ചാടിക്കടക്കണമെന്ന് പഠിപ്പിക്കുന്നത്. ജീവിതം വളരുകയും ചെറുതാക്കുകയും ചെയ്യുന്നത് ഓരോരുത്തരുടെയും ധൈര്യവും ആത്മവിശ്വാസവും അനുസരിച്ചാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.